കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. എല്ലാ ദിവസവും ഈ ഒരു ടിപ്പ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും അവരുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മുടെ ചാനലിൽ ഇതുവരെയായിട്ട് ഒരുപാട് ഹോം റെമഡീസ് വെച്ചിട്ടും വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് വെച്ചിട്ടും ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് ടിപ്സിനെ പറ്റിയുള്ള വീഡിയോസ് ഉണ്ട്. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ടിപ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് ടിപ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോസ് എല്ലാം തന്നെ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് നാച്ചുറലി നമ്മൾ വീട്ടിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഒരുപാട് പേര് ആ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയി എന്ന് പറയുന്നുണ്ട്. അവരുടെയൊക്കെ ഡേ ടു ഡേ സക്സസ് സ്റ്റോറീസ് ഞാനിവിടെ നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള മാറ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന, നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ആപ്പിൾ സിഡർ വിനീഗറിനെ പറ്റിയിട്ടാണ്. ആപ്പിൾ സിഡർ വിനീഗറിനെ പറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഹെയർ ഗ്രോത്തിന് അതുപോലെ നമ്മുടെ മുഖത്തിന് ഒക്കെ വളരെയധികം ബെനിഫിറ്റ് തരുന്ന ഒന്നാണ് ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ആപ്പിൾ സിഡർ വിനീഗർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു. സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും. ആപ്പിൾ സിഡർ വിനീഗറിൽ അടങ്ങിയിട്ടുള്ള മാലിക് ആസിഡ് സെമന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. പലരും തന്നെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ മറന്നു പോകുന്ന ഒന്നാണ്, അല്ലെങ്കിൽ നമ്മൾ വിട്ടുകളയുന്ന ഒന്നാണ് പുരുഷന്റെ സെമൻ അനാലിസിസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. കുഞ്ഞു വളരുന്നത് സ്ത്രീയുടെ യൂട്രസിലാണെങ്കിൽ തന്നെയും ആ വളർച്ച കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു സെമൻ വേണം. സെമന്റെ ക്വാളിറ്റി അത് കുറവായിട്ടുള്ള ഒരു കാര്യം, ക്വാളിറ്റി നിങ്ങൾക്ക് കുറവാണെങ്കിൽ സെമന്റെ ആ ഒരു കാര്യം നിങ്ങൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാലും ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വരുന്ന അണ്ടത്തിന് ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ കണ്ടീഷൻസും കറക്റ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ടെങ്കിൽ കൂടി തന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യത അവിടെ കുറയുന്നു. അപ്പോൾ സെമന്റെ ക്വാളിറ്റി ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആപ്പിൾ സിഡർ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഓൾറെഡി സെമൻ അനാലിസിസ് ചെയ്തിട്ട് സെമന്റെ ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ലാത്തവർ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷെ അങ്ങനെ അല്ലാത്തവർ കുറച്ചൊന്ന് ക്വാളിറ്റി കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടിപ്പ് ഫോളോ ചെയ്യാം കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് പ്രോസ്റ്റേറ്റ് പ്രോബ്ലം റിഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ് സെമൻ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിക്വിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ അതും സെമന്റെ ക്വാളിറ്റിയെ അഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ പ്രോസ്റ്റേറ്റിന്റെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന്, പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും ആപ്പിൾ സിഡർ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. പല സ്ത്രീകൾക്കും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അതായത് യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിലും വജൈനൽ ഇൻഫെക്ഷൻ ആണെങ്കിലും ചിലർക്കൊക്കെ ആന്റിബയോട്ടിക്സ് എടുത്തു കഴിഞ്ഞാലും റെക്കറന്റ് ആയിട്ട്, അതായത് തുടർച്ചയായിട്ട് ഈ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാറുണ്ട്. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആപ്പിൾ സിഡർ വിനീഗർ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വജൈനയിലെ pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. വജൈനയുടെ pH ലെവൽ കൃത്യമായിട്ടല്ല നിൽക്കുന്നതെങ്കിൽ നമ്മളുടെ ശരീരത്തിനകത്തേക്ക് വരുന്ന സെമനെ ശരീരം തന്നെ ഇല്ലാതാക്കുന്നതിന് അത് കാരണമാവുന്നു. ഇതിനകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പ്രഗ്നൻസി എന്നുള്ളൊരു കാര്യം അവിടെ പോസിബിൾ ആവുകയുള്ളൂ. അത് എൻ്റർ ആവാതെ വജൈനയുടെ pH ബാലൻസിൽ വ്യത്യാസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വജൈനയുടെ ആ ഓപ്പണിംഗിൽ വെച്ച് തന്നെ ഈ സെമൻ നശിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൾ സിഡർ വിനീഗർ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്ത്രീ ശരീരത്തിൽ മെയിൽ ഹോർമോൺ റിഡ്യൂസ് ചെയ്യുന്നു. മെയിൽ ഹോർമോൺ റിഡ്യൂസ് ചെയ്യുന്നത് പലർക്കും മെയിൽ ഹോർമോൺ കൂടുതൽ ഉണ്ടാകുന്നതിന്റെ കാരണം കൊണ്ട് PCOD പോലുള്ള മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും PCODയുടെ സിംറ്റംസും അതുപോലെ PCODയും ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആപ്പിൾ സിഡർ വിനീഗർ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫാറ്റ് റിഡ്യൂസ് ചെയ്യുന്നു. നമ്മളുടെ ആ ഒരു വയറിന്റെ ഭാഗത്തൊക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ള ഫാറ്റ് ഇഷ്യൂസ് നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ട്. ഫാറ്റ് ഇഷ്യൂസ് കൂടി വന്നു കഴിഞ്ഞ് ശരീരത്തിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാതെ വരുന്നു. ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ പലർക്കും ഉണ്ടാകുന്നത് ഫാറ്റ് ഇഷ്യൂസ് കൂടുന്നത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് തുടർച്ചയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒബിസിറ്റി ഉണ്ടാകുന്നതും അതുപോലെ നമുക്ക് എക്സസ് ആയിട്ട് ഫാറ്റ് അടിഞ്ഞു കൂടുന്നതും നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യതയെ നീട്ടി കൊണ്ടുപോകുന്നതിന് കാരണമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫാറ്റ് ഒക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൾ സിഡർ വിനീഗർ സഹായിക്കുന്നു. അത് മാത്രമല്ല കൊളസ്ട്രോൾ ലെവൽ ഒന്ന് കുറയ്ക്കുന്നു. അതുപോലെ നമ്മുടെ ഗട്ടിന്റെ ഹെൽത്ത്, നമ്മുടെ കുടലിന്റെ ആരോഗ്യം കൃത്യമായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. കുടലിന്റെ ആരോഗ്യവും ഫെർട്ടിലിറ്റിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബന്ധമുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഡൈജഷൻ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ കുടലിന്, നമ്മുടെ ഗട്ട് ഹെൽത്തി ആയിട്ട് തന്നെ പോകണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും ഡൈജഷൻ കൃത്യമായിട്ട് നടന്ന് നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലോട്ടും എത്തുന്നില്ല,
അല്ലെങ്കിൽ നമ്മൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫെർട്ടിലിറ്റിയെ സാരമായിട്ട് തന്നെ ബാധിക്കും. അതായത് ഒരു അമ്മയാകാനായിട്ട് ഒരു അച്ഛനാവാനായിട്ടുമുള്ള നമ്മുടെ ഒരു കഴിവിനെ അത് സാരമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരാളുടെ ഗട്ട് ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ആപ്പിൾ സിഡർ വിനിഗർ ഉപയോഗിക്കുന്നത് നമ്മളെ സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഫലോപ്പിയൻ ട്യൂബിലെ ബ്ലോക്കേജ് ആപ്പിൾ സിഡർ വിനിഗർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറും എന്നും പലരും പറയുന്നുണ്ട് കേട്ടോ. ആപ്പിൾ സിഡർ വിനിഗർ ഉപയോഗിക്കുമ്പോഴേക്കും ഫലോപ്പിയൻ ട്യൂബിലോട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിന്റെ രക്തയോട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നു എന്നാണ് പലരും പറയുന്നത്. ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രവർത്തനം നമുക്ക് അവിടെ കൃത്യമായിട്ട് നടന്നിട്ടില്ല എങ്കിൽ അണ്ടത്തിന് ഇങ്ങോട്ടേക്ക് നമ്മുടെ ആ ഒരു എഗ്ഗുമായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് വരാനായിട്ട് സാധിക്കില്ല. ആ വരുന്ന വഴിക്ക് ഫലോപ്പിയൻ ട്യൂബിൽ ബ്ലോക്കേജോ സ്കാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഗ്ഗ് അവിടെ വെച്ച് തന്നെ നശിച്ചു പോകുന്നതിന് അത് കാരണമാവുന്നു. അത് മാത്രമല്ല, ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം, അതായത് അണ്ടവും ബീജവും ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. ഫലോപ്പിയൻ ട്യൂബ് പുഷ് ചെയ്താണ് നമ്മുടെ ആ ഒരു യൂട്രസിന്റെ ആ ഒരു ക്യാവിറ്റിയിലോട്ട് നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഗ്ഗ് എത്തുന്നത്. അപ്പൊ അതിനെ പുഷ് ചെയ്ത് പുറത്തേക്ക് പോരാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിന് ഇല്ല എങ്കിൽ അവിടെയും പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൾ സിഡർ വിനിഗർ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഇനി എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയങ്ങൾ നമുക്ക് നോക്കാം. ആപ്പിൾ സിഡർ വിനിഗർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട്. വിനാഗിരിയാണ്, നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. ആപ്പിൾ സിഡർ വിനിഗർ എന്ന് പറയുമ്പോഴേക്കും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഡോസേജ് ഉണ്ട്, ഒരു പവർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, കൃത്യം ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിലോട്ട് ഒരു ടീസ്പൂണിൽ കൂടാൻ പാടില്ല കേട്ടോ. ഒരു ടീസ്പൂൺ ഒഴിച്ച് അത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ കുടിക്കാനായിട്ട് പാടുള്ളൂ. ഒരു അനത്ത ചൂടുള്ള വെള്ളം, ഒരുപാട് തിളച്ച വെള്ളം ഒരുപാട് തണുത്ത വെള്ളവുമല്ല, ഒരു ലൂക്ക് വാം വാട്ടർ ഇല്ലേ, അതായത് അനത്ത ചൂടുള്ള വെള്ളം നിങ്ങൾ എടുക്കുക. അപ്പം കൃത്യമായിട്ട് ഡൈല്യൂട്ട് ആയിക്കോളും. അങ്ങനെ ഡൈല്യൂട്ട് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇത് കുടിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് വെറും വയറ്റിൽ ഇത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ക്ലോസ് വാട്ടർ കുടിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടിപ്സിന് നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നിട്ട് ക്ലോസ് വാട്ടർ, അതായത് ഗ്രാമ്പൂ വെള്ളം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണക്കമുന്തിരി വെള്ളം, അല്ലെങ്കിൽ ഉലുവ വെള്ളം, അല്ലെങ്കിൽ കറുവപ്പട്ട വെള്ളം, അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനാദ്യം തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അത് എടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ആപ്പിൾ സിഡർ വിനിഗർ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആപ്പിൾ സിഡർ വിനിഗർ എടുക്കാവുന്നതാണ്. അതായത് ഓവുലേഷൻ ടൈം, ഇംപ്ലാന്റേഷൻ ടൈം, നമ്മുടെ പീരിയഡ്സിന്റെ ടൈം, ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എടുക്കുന്നത് ഒരു ടീസ്പൂണിൽ കൂടുതലാകാനായിട്ട് പാടില്ല. ഒരു ടീസ്പൂൺ അത്രയും മാത്രം, നമുക്ക് നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ചിട്ട് നമുക്ക് അത്രയും മാത്രം മതി കേട്ടോ. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുരുഷന്മാർക്കാണെങ്കിലും നിങ്ങൾ കൊടുക്കുക. അവരുടെ പ്രവർത്തനങ്ങളും ശരീരത്തിലെ ഓരോ ആക്ടിവിറ്റീസും കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, മറ്റുള്ള ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകളോടൊപ്പം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങളെ ഗർഭിണിയാക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ നമ്മൾ എടുക്കുന്നതോടൊപ്പം നമ്മുടെ ശരീരത്തിനെ കൂടി നമ്മളും കൂടി ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇംപ്ലാന്റേഷൻ അവിടെ നമുക്ക് എളുപ്പത്തിൽ തന്നെ നടക്കും കേട്ടോ. അത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.